ലക്ഷങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്ന റാഫേൽ കരയാക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് US ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. ഇസ്രായേൽ സംഘം ചൊവ്വാഴ്ച മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ബുധനാഴ്ച ഹമാസ് സംഘവും കൈറോയിലെത്തിയിട്ടുണ്ട്. ഗാസയിൽ 6 ആഴ്ച വെടിനിർത്തലിനുള്ള ചർച്ചയാണ് നടക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഡയറക്ടർ വില്യം ബേൺസും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയയും ചർച്ചയ്ക്കായി കഴിഞ്ഞ ദിവസം കൈറോയിലെത്തിയിരുന്നു. വെടിനിർത്തൽ വ്യവസ്ഥകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ചർച്ച ശരിയായ ദിശയിലാണെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളായ 14 ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫേൽ ആക്രമണം നടന്നാൽ സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരികയെന്ന് മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. നിരപരാധികളുടെ കൂട്ടക്കുരുതി അനുവദിക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് സൈനിക സഹായം തുടരുകയാണ്. ആക്രമണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ കൂട്ടക്കുരുതിയിലേക്ക് നയിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ സഹായ വിതരണ വിഭാഗം അണ്ടർ സെക്രട്ടറി മാർട്ടിൻ ഗ്രിഫിൽസും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി വളഞ്ഞ ഇസ്രായേൽ സേന രോഗികളോടും ജീവനക്കാരോടും ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിരവധി അഭയാർത്ഥികളും ആശുപത്രി പരിസരത്തുണ്ട്. ആശുപത്രിക്ക് ചുറ്റും രൂക്ഷ പോരാട്ടമാണ് നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിയുടെ വടക്കേ പ്രവേശന കവാടം തകർത്ത ഇസ്രായേൽ സേന കെട്ടിടാവശിഷ്ടങ്ങളും മണലും ഉപയോഗിച്ച് വഴിയടച്ചിരിക്കുകയാണ്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നേരെ വെടിയുതിർത്തു. ആശുപത്രി മുറ്റത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാറിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരാർ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം കരാർ ചർച്ചകൾക്കിടെ 31 ബന്ദികളുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചയക്കുന്നതിനും ഇസ്രായേലിൽ നിന്നും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും 4 മാസത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് വിരാമമിടുന്നതിനുമുള്ള കരാറിന് ഹമാസ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ബന്ദികളുടെ മരണവാർത്ത ഇസ്രായേൽ പുറത്തുവിട്ടത്. ഖത്തർ പ്രധാനമന്ത്രി ജാസിം അൽ താനിയാണ് ഹമാസ് അനുകൂല പ്രതികരണം സ്വീകരിച്ചതായി അറിയിച്ചത്. തടവിലാക്കപ്പെട്ട ബന്ദികളുടെ 5-ലൊന്നാണ് ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം. ബന്ദികൾക്ക് മാനുഷിക പരിഗണനകൾ നൽകി സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ ഭരണകൂടവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പരാജയപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ഉയർന്നുവരികയാണ്. ഈ സാഹചര്യത്തിലാണ് 31 ബന്ദികളുടെ മരണം സംബന്ധിച്ച വാർത്ത ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത്. ഇതിനു പുറമെ 20ഓളം ബന്ദികളുടെ ജീവൻ ആപത്തിലാണെന്നും ഒരുപക്ഷെ അവരും തടവിലായിരിക്കെ മരിച്ചിട്ടുണ്ടാകുമെന്ന സൂചനകളും ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നാലെ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന സംഘടന മുഖാന്തരമാണ് 31 ബന്ദികൾ മരണപ്പെട്ടതായി സ്ഥിരീകരണമുണ്ടായത്. സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇസ്രായേൽ തന്നെ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് പലതവണ വിമർശനമുയർത്തിയിരുന്നു. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ 6 ആഴ്ച നീണ്ടു നിൽക്കുന്നതാകുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.